ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓയിലിൽ ഫ്രൈ ചെയ്തൊന്നും പറ്റാത്തവർക്ക് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 അച്ച് ശർക്കര ഒരു പാത്രത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് അരിച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്നുകൂടി കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ശർക്കരയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസൻസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റൈസൻസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി കയ്യിലില്ലെങ്കിൽ 2-3 ഏലക്കയുടെ സീഡ് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. എൻ്റെ കയ്യിലിപ്പോൾ ഏലക്കാപ്പൊടി ഉള്ളതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു കയ്യിൽ തൊടുന്ന ടൈമിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അട തയ്യാറാക്കിയെടുക്കാനുള്ള അരിയൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒറോട്ടിക്ക് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പുഴുങ്ങലരിയുടെ പൊടി, അത് വെച്ചിട്ടാണ് ഈ അട തയ്യാറാക്കിയെടുക്കേണ്ടത്. നല്ല നൈസായിട്ട് പൊടിച്ച ഒറോട്ടിയുടെ പൊടി തന്നെ എടുക്കുക. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു തിക്കായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഈ ഒറോട്ടിയുടെ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു ചപ്പാത്തിയുടെ അത്ര വേണ്ട, അതിൽ കുറച്ച് കുറവായിട്ട് അരിയെടുത്തതിന് ശേഷം ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്കിതിൽ വെച്ച് കൊടുത്തിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ശേഷം നമ്മളിത് രണ്ടായിട്ട് മടക്കിയെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഞാനിന്ന് വേറൊരു ഷേപ്പിലാണ് ഇത് മടക്കിയെടുക്കുന്നത്. ഒരു ത്രികോണ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടല്ലോ, ഇതുപോലെയാണ് ഞാനിന്ന് അട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇലയുണ്ടെങ്കിൽ, വാഴയില കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ വാഴയിലയിലും ചെയ്തെടുക്കാം. നമ്മൾ ഷീറ്റിലോട്ട് അരി വെക്കുന്ന ടൈമിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അടകൾ തമ്മിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുഴുവൻ അടയും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം.
20 മിനിറ്റിന് ശേഷം നമ്മുടെ അട ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അല്പം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. അതിനുവേണ്ടി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇഫ്താറിനൊക്കെ ഓയിലിൽ ഫ്രൈ ചെയ്തതൊന്നും പറ്റാത്തവർക്ക് ഇതുപോലുള്ള സ്നാക്കുകൾ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ അല്ലാത്തത് കാരണം യാതൊരു പ്രശ്നവും വരുന്നില്ല. നമ്മൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്